ഹായ് ഫ്രണ്ട്സ്, ബെർലിനിൽ നിന്നുമുള്ള അവസാനത്തെ എപ്പിസോഡാണിത്. ചരിത്രമുറങ്ങുന്ന ജർമ്മൻ തലസ്ഥാനത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. ഹിസ്റ്ററി ബുക്കുകളിൽ മാത്രം വായിച്ചു പരിചയമുള്ള കാഴ്ചകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലാണ് ഞങ്ങൾ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂറോ കപ്പ് 2024 ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ജർമ്മനി ഇന്ന് സ്പെയിനിനെ നേരിടുകയാണ്. സിറ്റി മുഴുവൻ ആരാധകർ തങ്ങളുടെ പ്രിയ ടീമുകളുടെ ജേഴ്സിയൊക്കെ ധരിച്ച് ഫാൻ സോണുകളിലെ വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ കൂട്ടം കൂട്ടമായി പോകുന്നുണ്ട്. ഞങ്ങളും അവരോടൊപ്പം ചേർന്നു. മിക്ക റെസ്റ്റോറൻറ്റ്സിന് മുന്നിലും വലിയ TV സ്ക്രീനുകൾ സ്ഥാപിച്ച് കസ്റ്റമേഴ്സിനായി കളി കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. കളി കാണുന്നതിനോടൊപ്പം ആരാധകരുടെ ആവേശം നേരിട്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവസാന നിമിഷം മീക്കേൽ മെറിനോ നേടിയ ഗോളിലൂടെ സ്പെയിൻ സെമിയിൽ കടന്നു. ജർമ്മനി അങ്ങനെ ടൂർണമെന്റിന് പുറത്തുമായി. പലയിടങ്ങളിലായി കളി കണ്ടുകൊണ്ട് നിന്നിരുന്ന സ്പാനിഷ് ആരാധകർ കളി ജയിച്ച ഉടനെ റോഡിന്റെ നടുക്ക് കുതിച്ചെത്തി ആർപ്പ് വിളികളോടെ ആഘോഷം തുടങ്ങി. സ്വന്തം നാട്ടിൽ തങ്ങളെ തോൽപ്പിച്ച അയൽ നാട്ടുകാരോടുള്ള ദേഷ്യം ഉള്ളിലുണ്ടെങ്കിലും ജർമ്മനിക്കാർ തലകുനിച്ച് അവിടെ നിന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നടന്നു നീങ്ങുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഹോട്ടലിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായി ഞങ്ങൾ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഗ്രിൽഡ് സ്ക്യൂഡ് ഡ്രിങ്ക്സും ഫിഷും ചിപ്സും ഒക്കെ വാങ്ങിക്കഴിച്ചു. ഹാക്കിഷ് മാർക്കറ്റ് നിറയെ ഹോളണ്ട് ആരാധകർ ഓറഞ്ച് ജേഴ്സി ധരിച്ച് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. നാളെ ബെർലിനിൽ വെച്ച് നെതർലാൻഡ്സ് തുർക്കിക്കെതിരെ ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നുണ്ട്. ഇന്ന് ബെർലിനിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. നാളെ ഈ സിറ്റിയോട് യാത്ര പറയുന്നതിന് മുമ്പായി പരമാവധി സ്ഥലങ്ങൾ കണ്ടു തീർക്കേണ്ടതുണ്ട്. ബുണ്ടസ്ടാഗ് എന്നറിയപ്പെടുന്ന ജർമ്മൻ പാർലമെന്റ് സമ്മേളിക്കുന്ന റെയ്ഷ്ടാഗ് ബിൽഡിംഗിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. ഇതിന്റെ മുന്നിൽ കളി കാണാൻ വേണ്ടി ഒരു ഫാൻ പാർക്ക് സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. 1884 1894 ഇടയിലായി പണിയെടുപ്പിച്ച ഒരു പടുകൂറ്റൻ ബിൽഡിംഗ് ആണിത്. നിയോ റിനേസൻ സ്റ്റൈലിൽ നിർമ്മിച്ച ഈ ബിൽഡിങ്ങിന് ഇറ്റലിയുടെയും ഫ്രാൻസിൻ്റെയും ആർക്കിടെക്ചറൽ ശൈലികളിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനുള്ളിൽ കടക്കാനുള്ള അഡ്മിഷൻ തികച്ചും സൗജന്യമാണ്. എങ്കിലും മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നെങ്കിലും അഡ്മിഷൻ ഫുൾ ആണെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ ഞങ്ങളെ തിരിച്ചയച്ചു. പ്രൗഢഗംഭീരമായ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും കെട്ടിടത്തിൻ്റെ പുറത്തെ കാഴ്ചകൾ പരമാവധി ആസ്വദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ബിൽഡിംഗ് പുതുക്കി പണിതിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ സ്ഥാപിച്ച ഗ്ലാസ് ഡോമിനെ പറ്റിയാണ്. പ്രശസ്ത ആർക്കിടെക്റ്റായ നോമാൻ ഫോസ്റ്ററാണ് 1999 ഡോമിൻ്റെ പണി പൂർത്തിയാക്കിയത്. നഗരത്തിൻ്റെ പനോരമിക് വ്യൂ ആസ്വദിക്കാൻ ഈ ഡോമിനുള്ളിൽ നിന്നും സന്ദർശകർക്ക് കഴിയും. ഡെമോക്രസിയിലെ ട്രാൻസ്പാരൻസിയുടെ സിമ്പിളായിട്ടാണ് ഈ ഡോമിനെ കണക്കാക്കപ്പെടുന്നത്. പാർലമെന്റ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഡിസ്ട്രിക്റ്റിൽ കൂടി ഞങ്ങളങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു. സ്പ്രീ റിവറിനപ്പുറം വളരെ മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ച ഒരു ബിൽഡിംഗ് ഞങ്ങളുടെ ശ്രദ്ധ ആകർഷിച്ചു. പാർലമെന്റ് മെമ്പേഴ്സിന്റെ ഓഫീസ് ബിൽഡിംഗ് ആണിത്. ജർമ്മൻ പൊളിറ്റീഷ്യനും വുമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റും ഒക്കെയായിരുന്ന മറി എലിസബത്ത് ലുണ്ടേഴ്സിന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ ബിൽഡിംഗ് മെൽച്ച് അഥവാ മറി എലിസബത്ത് ലുണ്ടേഴ്സ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. പാർലമെന്ററി ഓഫീസസും കമ്മിറ്റി റൂംസും ഒക്കെ ചേർന്ന ഈ ബിൽഡിംഗ് സോളാർ പാനൽസും ഗ്രീൻ റൂഫും ഒക്കെ ഉപയോഗിച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ കളർഫുള്ളായ പല മോഡേൺ ആർക്കിടെക്ചർ ബിൽഡിങ്ങും ഈ പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും. വിശപ്പ് തോന്നി തുടങ്ങിയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഞങ്ങൾ അങ്ങനെ പ്രശസ്തമായ സ്റ്റേനക്കാർ റെസ്റ്റോറൻറ്റിൽ കയറി. 75 വർഷത്തിലധികമായി പ്രവർത്തനത്തിലുള്ള ഈ ബേക്കറി ഹൈ ക്വാളിറ്റി ബ്രെഡ്സിനും കേക്കുകൾക്കും ഒക്കെ പ്രശസ്തമാണ്. ലാത്തയും ക്യാപ്പിച്ചിനോയും സാൻഡ്വിച്ചും ക്രിസാൻഡും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ പുറത്തിറങ്ങിയ ഞങ്ങൾ തൊട്ടടുത്തുള്ള അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് നടന്നു. 2 പ്ലാറ്റ്ഫോമുകളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ പോകേണ്ട ട്രെയിനിൽ കയറി. ട്രെയിനിനുള്ളിൽ യാത്രക്കാരൊക്കെ വളരെ കുറവാണ്. അവസാനം ഞങ്ങൾ നാട്ടൂർക്കിൻ്റെ മ്യൂസിയം സ്റ്റേഷനിലെത്തി. പടവുകൾ കയറി വെളിയിലെത്തിയ ഞങ്ങൾ
നഗരത്തിൽ കൂടി അങ്ങനെ മുന്നോട്ട് നടന്നു. നടന്നു പോകുന്നതിനിടയിൽ വഴിയിൽ ഞങ്ങളൊരു സെമിത്തേരി കണ്ടു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലെങ്കിൽ കൂടി ഉള്ളിൽ കയറി സെമിത്തേരിയിലെ കാഴ്ചകൾ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിശബ്ദമായ അന്തരീക്ഷത്തിൽ തങ്ങളെ വിട്ടുപിരിഞ്ഞ ഉറ്റവർക്കായി പ്രാർത്ഥന നടത്തുന്നവരെ ഞങ്ങളിവിടെ കണ്ടു. അധികം സമയം അവിടെ ചിലവഴിക്കാതെ ഞങ്ങൾ വീണ്ടും നഗരപാതയിലേക്ക് ഇറങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന ട്രാമുകൾ, കാൽനട യാത്രക്കാർ, സൈക്കിൾ യാത്രക്കാർ, ഏതൊരു നഗരത്തിൽ ചെന്നാലും കാണാൻ കഴിയുന്ന പതിവ് കാഴ്ചകൾ. ബെർലിൻ വാൾ എങ്ങനെയാണ് ഈ സിറ്റിയെ വിഭജിച്ചിരുന്നതെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിശദമായി വിവരിച്ചിരുന്നു. ബെർലിൻ വാൾ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന ബെർണവൂർ സ്ട്രാസയിലേക്കാണ് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 1.4 കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഓപ്പൺ എയർ എക്സിബിഷനാണിത്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. കിഴക്കൻ ബെർലിനിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമാണ് ഈ വോൾ നിർമ്മിച്ചത്. വോളിനോടൊപ്പം മുള്ളുവേലികളും കാൽപാദങ്ങൾ തിരിച്ചറിഞ്ഞ് വെടിവെച്ചിടാൻ വേണ്ടി മണൽ നിരത്തിയ നിലവും സൈനിക നിരീക്ഷണത്തിനായി വാച്ച് ടവറും ഒക്കെ ഉണ്ടായിരുന്ന വിഭജനത്തിന്റെ കറുത്ത അടയാളമായിരുന്ന ബെർലിൻ വോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഇവിടം. എത്ര പേർ മരണപ്പെട്ടു എന്ന് കൃത്യമായ കണക്കുകളില്ലെങ്കിലും 140-ലധികം പേരെ വെടിവെച്ചിട്ടു എന്ന് പറയപ്പെടുന്നു. 1989 വോൾ തകർക്കപ്പെട്ടെങ്കിലും ചരിത്രപ്രസിദ്ധമായ ആ വോളിന്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ നിന്നും കാണാൻ കഴിയും. എല്ലായിടത്തും ഇൻഫർമേഷൻ വോളുകൾ സ്ഥാപിച്ച് ആ ചരിത്രം സന്ദർശകരിലേക്ക് എത്തിക്കാൻ അധികാരികൾ ശ്രമിക്കുന്നുണ്ട്. നിരവധി സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വോളിലെ ഇൻഫർമേഷനൊക്കെ വായിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചു പഠിച്ച ബെർലിൻ്റെ ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ട് ഒരു നെടുവീർപ്പോടെ മുന്നോട്ട് നടക്കുന്നു. മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾ സ്ഥാപിച്ച ഒരു വോളും ഇവിടെയുണ്ട്. കുട്ടികളും മുതിർന്നവരും ഒക്കെ അക്കൂട്ടത്തിലുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടു നടന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പ് ഞങ്ങൾ കണ്ടു. അവിടെ കയറി കോഫിയും സിനമൺ റോൾസും ഒക്കെ കഴിച്ച് ഞങ്ങളൊന്ന് വിശ്രമിച്ചു. പിന്നീട് ഞങ്ങൾ ട്രെയിനിൽ കയറി പോട്സ്ഡാമർ പ്ലാറ്റ്സയിലെത്തി. അമ്പരചുംബികളായ നിരവധി കെട്ടിടങ്ങളുള്ള അത്യാധുനിക ശൈലിയിലുള്ള ബെർലിനിലെ ഒരു പബ്ലിക് സ്ക്വയറാണിത്. ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് ടർക്കിഷ് പ്ലേയേഴ്സ് താമസിക്കുന്നത്. ഇന്നത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് അവരെയും വഹിച്ചുകൊണ്ട് പോകാൻ വേണ്ടി 2 ബസ്സുകൾ ഹോട്ടലിന് വെളിയിൽ കിടക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട കളിക്കാരെ ഒരു നോക്ക് കാണാൻ വേണ്ടി മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ആരാധകരുടെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സമയം ചിലവഴിച്ചു. ബെർലിൻ വാളിൻ്റെ അവശിഷ്ടങ്ങൾ വെച്ചുള്ള എക്സിബിഷൻ ഇവിടെയുമുണ്ട്. ഈസ്റ്റ് സൈഡ് ഗാലറിയിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങളങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി. ബെർലിൻ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷനാണ് ഈസ്റ്റ് സൈഡ് ഗാലറി. ബെർലിൻ വാളിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിർത്തിയിരിക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഭാഗമാണിത്. സ്പ്രീ റിവറിൻ്റെ കരയിൽ 1.3 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ മതിലിൻ്റെ അവശിഷ്ടം. 1990-ൽ 21 രാജ്യങ്ങളിൽ നിന്നുമുള്ള 118 ആർട്ടിസ്റ്റുകൾ ചേർന്ന് 100-ലധികം ചുവർചിത്രങ്ങൾ ഇതിൽ പെയിന്റ് ചെയ്തു. അന്ന് മുതൽ ഇത് ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശത്തിൻ്റെയും ഒരു ആഗോള സ്മാരകമായി നിലനിൽക്കുന്നു. കോടിക്കണക്കിന് സന്ദർശകരാണ് ഈ ചരിത്ര സ്മാരകത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. എപ്പോഴും ഇവിടെ തിരക്കായിരിക്കും. വഴിയോര കച്ചവടക്കാരുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസും ക്രോഷറ്റും ഒക്കെ അവർ വിൽക്കുന്നു. ഞങ്ങൾ അവസാനം ആ പ്രശസ്തമായ ചുവർ ചിത്രത്തിനടുത്തെത്തി. അതെ, ദ കിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചുവർ ചിത്രമാണ് ഈസ്റ്റ് സൈഡ് ഗാലറിയെയും ബെർലിനെയും ഒക്കെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്നത്. റഷ്യൻ കലാകാരനായ ഡിമിട്രി റൂബലാണ് ഇത് വരച്ചത്. 1979 എടുത്ത ഒരു ഫോട്ടോഗ്രാഫിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് ഈ പെയിന്റിംഗ്. സോവിയറ്റ് യൂണിയൻ നേതാവായ ലിയോണിഡ് ബ്രെഷ്നവും ഈസ്റ്റ് ജർമ്മനിയുടെ നേതാവായ എറിച്ച് ഹോണീക്കറും ഈസ്റ്റ് ജർമ്മനിയുടെ 30ാം വാർഷികത്തിനിടെ പൗരസമൂഹത്തിന് മുന്നിൽ വെച്ച് നടത്തിയ ഗാഢചുംബനമാണ് കലാകാരൻ ബെർലിൻ വാളിലേക്ക് വരച്ചു ചേർത്തത്. ചിത്രത്തോടൊപ്പമുള്ള അടിക്കുറിപ്പും വളരെ പ്രശസ്തമാണ്. എൻ്റെ ദൈവമേ, ഈ മാരകമായ പ്രണയത്തെ അതിജീവിക്കാൻ എന്നെ സഹായിക്കൂ എന്നാണ് കലാകാരൻ ചിത്രത്തോടൊപ്പം എഴുതി ചേർത്തത്. 2 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തമ്മിലുണ്ടായിരുന്ന ശക്തമായ ബന്ധം മൂലം നിർമ്മിക്കപ്പെട്ട ബെർലിൻ മതിലിൻ്റെ അവശിഷ്ടം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാകുമ്പോൾ ഈ ചിത്രം വിഭജനത്തിന് കാരണമായ ശക്തികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായാണ് കണക്കാക്കപ്പെടുന്നത്.
വൈകുന്നേരം യൂറോ കപ്പിലെ കളി കാണാൻ വേണ്ടി ഞങ്ങൾ ഫാൻ പാർക്കിലെത്തിയെങ്കിലും ഇടം കിട്ടാത്തതിനാൽ ബെർലിൻ്റെ കാഴ്ചകൾ തേടി മുന്നോട്ട് നടന്നു. ഹൗസ് ഓഫ് വേൾഡ് കൾച്ചേഴ്സ് ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തിയപ്പോൾ മഴ പെയ്തു തുടങ്ങി. വ്യത്യസ്തമായ ഈ ബിൽഡിങ്ങിനുള്ളിൽ ഒന്നും കയറാൻ ഇനി സമയമില്ല. മുന്നിലെ ജലാശയത്തിൽ ബിൽഡിങ്ങിൻ്റെ റിഫ്ലക്ഷൻ പതിയുന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പോർട്ട്ഫോളിയോ പിക്ചറിനുള്ള എല്ലാ സാധ്യതകളും ഞങ്ങളിവിടെ കണ്ടു. ജർമ്മനിയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കുകളിലൊന്നായ ടിയർ ഗാർഡനിൽ കൂടെയാണ് ഞങ്ങളുടെ നടത്തം. ഇടയ്ക്ക് പെയ്യുന്ന മഴ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിലും മനോഹരമായ ഈ പാർക്കിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ നടന്നു. 520 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയുള്ള ഈ പാർക്കിനെ ബെർലിൻ്റെ ഗ്രീൻ ലങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പച്ചപ്പായലിൽ പൂണ്ടുകിടക്കുന്ന മനോഹരമായ തടാകത്തിന്റെ മുന്നിൽ ഞങ്ങൾ അല്പസമയം ചിലവഴിച്ചു. സമീപ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു മോണുമെന്റ് കാണാൻ വേണ്ടിയാണ് പിന്നീട് ഞങ്ങൾ നടന്നത്. 67 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ബെർലിൻ വിക്ടറി കോളത്തിലേക്ക് ഞങ്ങൾ അങ്ങനെ മഴയത്ത് നടന്നെടുത്തു. 1873 ജർമ്മൻ ആർക്കിടെക്റ്റ് ആയിരുന്ന ജോൺ ഹെൻറിച്ച് സ്ട്രാക്കാണ് ഇത് പ്രൂഷ്യൻ രാജാവായിരുന്ന കിങ് വിൽഹേം ഒന്നാമന് വേണ്ടി നിർമ്മിച്ചു നൽകിയത്. പ്രൂഷ്യയുടെ യുദ്ധവിജയങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇത് സ്ഥാപിച്ചത്. പാർലമെന്റ് ബിൽഡിങ്ങിന് മുന്നിലായിട്ടായിരുന്നു ഇത് അക്കാലത്ത് സ്ഥാപിച്ചതെങ്കിലും ഹിറ്റ്ലർ പിന്നീട് ഇതിന്റെ സ്ഥാനം ടിയർ ഗാർഡനിലേക്ക് മാറ്റി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അനുഗ്രഹമായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലായിരുന്നെങ്കിൽ 2ാം ലോക മഹായുദ്ധത്തിൽ ചിലപ്പോൾ ഇത് തകർക്കപ്പെട്ടു പോകുമായിരുന്നു. ഈ കോളത്തിന്റെ മുകളിൽ റോമൻ ഗോഡസ് ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന വിക്ടോറിയയുടെ ഒരു ശില്പമുണ്ട്. പ്രൂഷ്യൻ മിലിറ്ററി ക്രോസും കയ്യിലേന്തിയാണ് അവരുടെ നിൽപ്പ്. മഴയായതുകൊണ്ട് അധിക സമയം ഇവിടെ ചിലവഴിക്കാൻ ഞങ്ങൾക്കായില്ല. എങ്കിലും ചരിത്രപ്രസിദ്ധമായ ഈ മോണുമെന്റ് കാണാൻ കഴിഞ്ഞു എന്ന സന്തോഷത്തിൽ ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഞങ്ങളുടെ ഹോട്ടലിന്റെ താഴത്തെ നിലയിൽ ഫ്രിട്ടൺ വർക്ക് എന്ന പ്രശസ്തമായ ജർമ്മൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. സെൽഫ് സർവീസ് റെസ്റ്റോറൻറ്റ് ശൈലിയിലുള്ള ഈ ഫുഡ് ചെയിന് ജർമ്മനിയിൽ മിക്കയിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും പുട്ടീനും ഒക്കെയാണ് ഇവരുടെ മെനു കാർഡിലെ പ്രധാന വിഭവങ്ങൾ. കനേഡിയൻ ഡിഷായ പുട്ടീനാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പുട്ടീൻ എന്നത് ഫ്രഞ്ച് ഫ്രൈസും ചീസ് കേർഡും ഗ്രേവിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. കാനഡയിലെ ക്യൂബേക്കിൽ നിന്നും ഉത്ഭവിച്ച ഈ ഡിഷ് വളരെ സ്വാദുള്ളതാണ്. രാത്രിയിൽ സിറ്റിയിൽ വീണ്ടും ഞങ്ങൾ കളി കാണാൻ വേണ്ടി പോയി. നെതർലൻഡ്സും തുർക്കിയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനലിൽ തുർക്കി തോറ്റു. ഇന്നലെ ജർമ്മനിയെ തോൽപ്പിച്ചപ്പോൾ സ്പെയിനിലെ ആരാധകർ സിറ്റിയിൽ നൃത്തം ചവിട്ടി അവരുടെ വിജയം ആഘോഷിച്ചിരുന്നു. എന്നാൽ അതിന് വിപരീതമായി തോറ്റ ടീമായ തുർക്കിയുടെ ആരാധകർ കൂട്ടം കൂട്ടമായി തങ്ങളുടെ രാജ്യത്തിനും പാലസ്തീനുമൊക്കെ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് കടന്നു പോകുന്നതാണ് ഞങ്ങൾ കണ്ടത്. നെതർലൻഡ്സിന്റെ ആരാധകർ പ്രകോപനങ്ങളൊന്നും ഉണ്ടാക്കാതെ നടന്നു പോകുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും പോലീസ് കനത്ത സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ബെർലിനിലെ ഞങ്ങളുടെ യാത്ര അങ്ങനെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.